പ്രസ് മീറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് ചില ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പെരുവിരളിന്ന് കലി വരാറുണ്ട്, ദേഷ്യം വരാറുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കാറുമുണ്ട്, എങ്ങനെയാണ് ഈ ഗസ്റ്റുകൾ ഈ ചോദ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ അതുപോലൊരു ചോദ്യം ഇന്നലെ തുടക്കത്തിൻ്റെ പ്രസ് മീറ്റിൽ വെച്ച് ഒരാൾ ചോദിക്കുകയുണ്ടായി, ഒരു റാൻഡം ഗൈ. അദ്ദേഹം ചോദിച്ചത് വിസ്മയ മോഹൻലാലിൻ്റെ പുതിയ ചിത്രമായ തുടക്കം ഒരു ആക്ഷൻ ജോണറിൽ പെടുന്ന സിനിമയാണെന്നാണ് ഇതിൻ്റെ ട്രെയിലറിൽ നിന്നും മനസ്സിലാകുന്നത്. വിസ്മയയും ലാലേട്ടനെ പോലെ കാല് പൊക്കി അടിക്കുകയോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിന് വിസ്മയ ആദ്യം വലിയ മറുപടി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ചോദ്യത്തിൻ്റെ പാറ്റേൺ നേരെ ലാലേട്ടനിലേക്ക് കൈമാറി. ലാലേട്ടൻ അതിന് കൊടുത്ത മറുപടി അത്രയ്ക്ക് കാല് പൊക്കിയൊന്നും അടിക്കുന്നില്ല, അടിയുണ്ട് എന്നുള്ളതായിരുന്നു. ചുറ്റും കൂടിയിരുന്ന സദസ്സിലുള്ള ആളുകൾ എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. എന്തായിരുന്നു ആ ചോദ്യം? അതിന് മറുപടി ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും കിട്ടി എന്ന് വേണം തന്നെ പറയാൻ. സോഷ്യൽ മീഡിയയിലും അങ്ങനെ തന്നെയാണ്. ചില അഭിപ്രായങ്ങൾ, ചില കമൻറ്റുകളൊക്കെ ഏതൊക്കെ തരത്തിലാണ് പോകുന്നതെന്ന് ആർക്കും പിടികിട്ടില്ല. കഴിഞ്ഞ ദിവസം CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിസ്മയ മോഹൻലാൽ ഇട്ട പോസ്റ്റ് കുറച്ചധികം നാളുകളായിട്ട് വൈറലാണല്ലോ. മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് വിസ്മയ എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ്. വിസ്മയോട് ഡയറക്റ്റ് ചോദ്യം, CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിനോട് ഇപ്പോഴും യോജിക്കുന്നുണ്ടോ? ബാക്കിയുള്ള തെറ്റിദ്ധാരണകൾക്കും സോഷ്യൽ മീഡിയ ഹെയ്റ്റ് ക്യാമ്പയിനെയും കുറിച്ച് എന്താണ് അഭിപ്രായമെന്നാണ് ചോദ്യം. വിസ്മയയ്ക്ക് ഒരൊറ്റ മറുപടി, ഞാൻ എൻ്റെ നിലപാടിനോട് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മറ്റാരെങ്കിലും തെറ്റിദ്ധരിച്ച് അവരവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതും ബോധിപ്പിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമല്ല. അത് എൻ്റെ കൺസേണേ അല്ല. അവർ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ എന്നതായിരുന്നു. തൊട്ടടുത്ത് നിന്ന് ലാലേട്ടൻ മകളെ ബാക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തും സംസാരിച്ചു. അവളൊരു ഇൻഡിവിജ്വലാണ്. നമ്മൾ അവൾക്ക് ഫ്രീഡം ഓഫ് തോട്ടും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും കൊടുത്താണ് വളർത്തിയിരിക്കുന്നത്. അവൾക്ക് ചിന്തിക്കാനും അതനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനുമുള്ള എല്ലാ വിധത്തിലുമുള്ള അനുവാദവുമുണ്ട്. അതനുസരിച്ച് അവൾ അവളുടെ ഒരു തീരുമാനം പറഞ്ഞു, അതിലവൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പറയുന്നവരൊക്കെ മുഖം മൂടികളാണ്. അവരാരാണ് എന്ന് ആർക്കും അറിയില്ല. പണ്ടത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന സമയത്തും ഇതേപോലെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്തും ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു ലാൽ. അന്ന് പ്രാകുമായിരുന്നു ആളുകൾ മനസ്സിൽ. ഇന്ന് ആ പ്രാക്കുകൾ മാറി സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളായി മാറി എന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് മോഹൻലാലും വിസ്മയ മോഹൻലാലും നെഗറ്റീവ് കമൻറ്റുകൾക്കെതിരെ പ്രതികരിച്ചത്. ഓഗസ്റ്റ് 7-നാണ് തുടക്കം എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്നത്. ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ സംവിധാനത്തിൽ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആശിഷ് ജോ ആൻ്റണിയും വിസ്മയ മോഹൻലാലും സായ് കുമാർ, മനോജ് കെ ജയൻ തുടങ്ങിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. മോഹൻലാൽ ഒരു ക്യാമിയോ വേഷത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ചിത്രം ബഹിഷ്കരിക്കും എന്നുള്ള ആഹ്വാനം തുടങ്ങിയിട്ട് ഒരു ആഴ്ചയായി. അതായത് വിസ്മയ മോഹൻലാൽ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ അനുകൂലിച്ചും ഇന്നത്തെ കേന്ദ്ര ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ഒരു കൂട്ടം ആളുകൾ ഈ ചിത്രം ബഹിഷ്കരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി എത്തിയത്. വിസ്മയ മോഹൻലാലിൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ID മാത്രമല്ല, വിസ്മയ മോഹൻലാലിൻ്റെ പിതാവായ മോഹൻലാലിൻ്റെ കമൻറ്റ് ബോക്സിലും പോയും ഇതേ ആളുകൾ രോഷം പ്രകടിപ്പിച്ചു. തുടക്കവും ഒടുക്കവും ഒരുമിച്ചാണ്. മകളെ നേരെ ചൊവ്വെ വളർത്തണം, മകൾ ഒരു രാജ്യദ്രോഹിയാണ് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വിസ്മയ മോഹൻലാലിനെതിരെ ഇത്തരത്തിലുള്ള ആളുകൾ പ്രതികരണവുമായി എത്തിയത്. ഈ മാധ്യമങ്ങൾക്ക് വരുന്നതിന് മുൻപ് വിസ്മയ മോഹൻലാൽ ഗലാട്ട പ്ലസ് എന്ന ഓൺലൈൻ ചാനലിലും രേഖാ മേനോൻ്റെ ചാനലിലും അഭിമുഖം നൽകിയിരുന്നു. ഈ 2 അഭിമുഖത്തിലും വിസ്മയ ഇതേ ചോദ്യങ്ങൾ നേരിട്ടു. അപ്പോഴും ഇതേ മറുപടി തന്നെയായിരുന്നു. തനിക്ക് വിഷയം തോന്നി പ്രതികരിച്ചു, ആ പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയായിരുന്നു വിസ്മയയുടെ മറുപടി. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നപ്പോൾ അതേ വീര്യത്തോടു കൂടി, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ വീര്യത്തോടു കൂടി ആണ് വിസ്മയ മോഹൻലാൽ ആ ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. കൂടെ സുചിത്രയും മോഹൻലാലും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവരും വിസ്മയയെ ബാക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. വിസ്മയ മോഹൻലാലിൻ്റെ മറുപടി മേജർ രവിക്കുള്ള കരണത്തടിയാണെന്ന് വരെ വിസ്മയ മോഹൻലാലിൻ്റെ മറുപടിക്ക് ശേഷം സോഷ്യൽ മീഡിയ വാദിക്കുന്നു. വിസ്മയ മോഹൻലാലിന് രാഷ്ട്രീയം അറിയില്ല എന്നും, കൊച്ചുനാൾ തൊട്ടേ ഞാൻ കാണുന്ന കുട്ടിയാണ് വിസ്മയ പഠിച്ചതൊക്കെ പുറത്താണ്, വിസ്മയയ്ക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല തുടങ്ങി പല കാര്യങ്ങളാണ് മേജർ രവി പറഞ്ഞത്. എന്നാൽ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്നും അതൊക്കെ തിരുത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് വിസ്മയം പറയുമ്പോൾ, മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള മറുപടിയാണ് വിസ്മയ കൊടുത്തത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ വ്യാഖ്യാനം. സ്വാഭാവികമായും പല ഗ്രൂപ്പ് ഓഫ് ആളുകൾ വിസ്മയുടെ മറുപടി ആഘോഷമാക്കുകയും ചെയ്തു. മേജർ രവിക്ക് കിട്ടേണ്ട മറുപടിയാണ് കിട്ടിയത് എന്നുൾപ്പെടെയുള്ള രീതിയിൽ കൊട്ടേഷൻസ് മാറി തുടങ്ങി. മേജർ രവി മോഹൻലാലും ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തു. ചിലത് ബോക്സ് ഓഫീസ് സക്സസ് ആയി, ചിലത് ബോക്സ് ഓഫീസ് ഫെയിലിയേഴ്സായി. എന്നാൽ
മോഹൻലാൽ മേജർ രവിയും ഇനിയൊരു സിനിമ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. നേരത്തെ പൈപ്പ് ലൈനിൽ ഇരുവരും ഒരുമിച്ച് സിനിമകൾ ചെയ്യും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ചിത്രങ്ങൾ പിന്നീട് ഡ്രോപ്പ്/ഷെൽഡ് ആവുകയാണ് ചെയ്തത്. എന്തായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്ന സ്ഥിതിക്ക് മോഹൻലാൽ ഇനി മേജർ രവിക്കൊപ്പം സിനിമ ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പോ വ്യക്തതയോ ഒന്നും തന്നെയില്ല. എന്തായാലും ഈ ചിത്രത്തിന് ബഹിഷ്കരണ രീതിയിൽ പലരും രംഗത്തെത്തുന്നതിൻ്റെ പശ്ചാത്തലം ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഒരു നടി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അവരവരുടെ നിലപാട് വ്യക്തമാക്കി. അതിന് ബലിയാടാകുന്നത് ഒരു സിനിമ എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യവും അവിടെ നിൽക്കുകയാണ്. എന്തായാലും ഈ ആഹ്വാനവും ബഹിഷ്കരണവും ഒക്കെ സിനിമയ്ക്ക് കൂടുതൽ മൈലേജും ബൂസ്റ്റിങ്ങുമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യമായിട്ടാണ് ഇവർ ഉന്നയിക്കുന്നത്. ഓഗസ്റ്റ് 7-ാം തീയതി, അതായത് ഈ ആഴ്ച തന്നെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വിസ്മയ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മലയാള സിനിമയാണ്. വിസ്മയ ഒരു മികച്ച നടിയാകണമെങ്കിൽ കോൺട്രവേഴ്സീസ് തരണം ചെയ്യാനുള്ള സ്ട്രെങ്ത്തും മനക്കെട്ടിയും വിസ്മയയ്ക്ക് ഉണ്ടാകണമെന്നതാണ് മോഹൻലാലിൻ്റെ കാഴ്ചപ്പാട്. ഇതൊരു പ്രതിഷേധത്തിൻ്റെ സ്വരം മാത്രമല്ല. ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളും നാണം കെടുത്തുന്ന രീതിയിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രസ് മീറ്റുകൾ വരുമ്പോഴേക്കും മാധ്യമങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടെ നിന്ന് ആവശ്യപ്പെടും. ആ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലുമുള്ള ഹോംവർക്കും നടത്താതെ, ഗസ്റ്റിനെ കുറിച്ചോ അവിടെയുള്ള സിനിമകളെക്കുറിച്ചോ ഒന്നും തന്നെ പഠിക്കാതെ ചിലർ വന്ന് വായിൽ തോന്നുന്നത് ചോദിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുന്നിലിരിക്കുന്ന ഗസ്റ്റുകളെ അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ചോദിക്കാൻ പോലും അല്ലെങ്കിൽ ആർക്കും അറിയാൻ താല്പര്യമില്ലാത്ത പല ചോദ്യങ്ങളും ഉൾപ്പെടെ ചോദിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ചിരിപടർത്തികൾ ഇതുപോലുള്ള മീഡിയകളിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതുപോലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പിന്നിലെ വ്യക്തി ഇപ്പോഴും ആരാണെന്ന് അറിയില്ല. മോഹൻലാൽ പറഞ്ഞതുപോലെ തന്നെ ക്യാമറയ്ക്ക് പുറകിലാണല്ലോ ഇവരൊക്കെ, അല്ലെങ്കിൽ ഒരു ഐഡിക്ക് പുറകിലാണല്ലോ ഇവരൊക്കെ. ഇവരുടെയൊക്കെ മുഖം ആരാണ്, എന്താണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല. എന്നാൽ പോലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മീഡിയയുടെ വില കളയുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഓൺലൈൻ മീഡിയയിലെ ക്ലിക്ക് ബൈറ്റ്സിന് വേണ്ടിയിട്ടും ചിലത് ഓടാനും വേണ്ടിയിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നാട്ടിൽ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതുപോലൊരു ചോദ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതും കണക്കാക്കപ്പെടുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും മാധ്യമ വിമർശനങ്ങൾ, ബഹിഷ്കരണങ്ങൾ, ഇതിനെല്ലാത്തിനെയും നടുവിലൂടെയാണ് വിസ്മയ മോഹൻലാൽ ആദ്യമായി നായികയായി എത്തുന്ന തുടക്കം ഓഗസ്റ്റ് 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.